നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്സാക്കുള്ളിയുടെ മറ്റു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം. ഒരിക്കലും നിലക്കാതെ അടിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യം, നേരിൽ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാഴ്ച, എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ച ലോകത്തിലുള്ളത് ഒന്ന് ആനയും മറ്റൊന്ന് കടലിനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പയ്യാമ്പലം കടപ്പുറത്താണുള്ളത്. അപ്പോൾ നല്ല ഇങ്ങനെ എന്താ പറയുക, അസ്തമ സൂര്യൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് വരണോ, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നോ? അപ്പോൾ എല്ലാവരും എന്തോ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് വന്നോല്ലോ, ആണോ? എന്താ പരിപാടി? സിനിമ കാണാനാ? കടലില്ല, കണ്ടോ? ഏതാ സിനിമ? മഞ്ഞുമൽ ബോയ്സ്. വളരെ ഹിറ്റായി കൊണ്ട് പോയിക്കൊണ്ട് പടം. എങ്ങനെയുണ്ട് പടം? എന്താണ് അതിന്റെ പ്രമേയം? എന്താണ് ശരിക്കും? രക്ഷിക്കുന്നു, അതാണ്. ഈ പേരുമായിട്ട് സിനിമക്ക് എന്തും ബന്ധമുണ്ടോ? നാടിന്റെ പേര് വെച്ച് അവരെ ഗാങ്ങിന് കഴിഞ്ഞ ദിവസം പത്രത്തിൽ അവർ സമ്മർദ്ദം, അതായത് അതിൽ അഭിനയിച്ച അത് അവരേത് അഭിനയിച്ചു, പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്നാ പറഞ്ഞല്ലേ? ഓക്കെ, പേരെന്താ? നിരഞ്ജൻ. എവിടെ വീട്? പിണറായി ടൗണിൽ തന്നെയാണോ? എത്ര ക്ലാസ് പഠിക്കുന്നത്? 10th. ഓക്കെ, ഏതാ സ്കൂള്? ഓക്കെ, പേര്? ജിഷ്ണു. എവിടെ സ്ഥലം? കീഴ്ത്തള്ളി. പഠിക്കുന്നത്? പേര്? അങ്കിത്. സ്ഥലം? നടാല്. പഠിക്കുന്നത്? അപ്പൊ നിങ്ങളെല്ലാരും പഠന സ്ഥലത്ത് നിന്ന് പരിചയപ്പെട്ട, സ്കൂളിൽ നിന്ന് പരിചയപ്പെട്ട ആൾക്കാരാണല്ലേ? അപ്പൊ ആരാണ് ഈ സിനിമ കാണാൻ പോണം എന്ന് നിർബന്ധിച്ച ആദ്യം? അങ്ങോട്ട് പോയി ആരുണ്ട്? ഉണ്ട്. പിന്നെ എത്ര ഇന്ന് സിനിമ എക്സാം കഴിഞ്ഞ് പിന്നെ എല്ലാരും വിചാരിച്ച് ലാസ്റ്റ് അടിച്ചുപിടിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ സിനിമ കണ്ടു. ഇനി ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം ഇനി അങ്ങനെ ഇല്ല, വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നേ? ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഏതായാലും പ്ലസ് 1 പ്ലസ് 2 10th കഴിഞ്ഞു. അപ്പോൾ 10th എക്സാം കഴിഞ്ഞ് തലയിൽ ആ വലിയ ഭാരം, അതായത് പരീക്ഷ എന്ന് പറയുന്ന ഭാരത്തേക്ക് ഇറക്കി വെച്ചിപ്പം മൈൻഡൊക്കെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇവർ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന അല്ലേ സിനിമ കാണാൻ പോയിട്ട് വരികയാണ്. നിങ്ങൾ എത്ര പേരുണ്ട് മൊത്തം? മൊത്തം 7 ആളുണ്ടോ? 7 ആളൂടി വന്നു. പക്ഷെ ഇപ്പോൾ 3 ആൾ അങ്ങോട്ട് മാറി നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കും. ഉത്തരം പറഞ്ഞ ഓൺ സ്പോട്ടിൽ സമ്മാനമാണ്. വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ്. ഈ ഉത്തരം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് നമ്മളിപ്പം ചക്കയും മാങ്ങയ്ക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കഴിക്കുന്നില്ല. നമ്മൾ ചക്കയും മാങ്ങി പറിക്കണമെങ്കിൽ നമ്മൾ ആദ്യം കൊക്ക കെട്ടിയിട്ട് അതിനെ വലിക്കുന്ന പവറിലാണ് അത് പറഞ്ഞു വരുന്നത്. പിന്നെയാണ് നമ്മളത് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് കഴിക്കുന്നത്. പച്ചയും കഴിക്കും, മാങ്ങയായാലും ചക്ക അങ്ങനെ ഉള്ളിൽ നിന്ന് കഴിക്കും. എൻ്റെ ചോദ്യമാണ്, ആദ്യം പറിക്കും, ശേഷം വലിക്കും, പിന്നീട് മുറിച്ച് ഉപയോഗിക്കുന്നത് എന്താണ്? ആദ്യം പറിച്ച് ശേഷം വലിച്ച് പിന്നീട് ആവശ്യത്തിന് മുറിച്ച് ഉപയോഗിക്കുന്ന സാധനം. സിഗരറ്റ് അല്ല. ആദ്യം പറിക്കും, പിന്നീട് വലിക്കും, ശേഷം ആവശ്യത്തിന് മുറിച്ച് ഉപയോഗിക്കും. അപ്പൊ കാണാം. ഓക്കെ, യെസ്. മോളോ, ഇതെന്താ എഴുതിയ? വരച്ചാണോ? ഇങ്ങോട്ട് വാ. 3 പേരും ഇങ്ങോട്ട് വന്നേ. അപ്പൊ ഞാനെന്താ അധികം അങ്ങോട്ട് പോകാന്ന് വെച്ചാല് ഷൂര് വെള്ളം കയറി കഴിഞ്ഞ പ്രശ്നം കൊണ്ടാണ് അധികം അങ്ങോട്ട് പോകാത്തത്. അത് ഞാൻ ഇവര് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ പേരെന്താ? സാൻവിക്കുട്ടി. എത്ര ക്ലാസ് പഠിക്കുന്നേ? നിങ്ങളുടെ പേര്? നിവ്യ. എവിടെ സ്ഥലം? ചക്കരക്കല്ല്. ടൗണിലാണോ? എവിടെ ആയിട്ട് വരും? ടൗൺ തന്നെ. അപ്പൊ ഇന്നെന്താ പരിപാടി? എല്ലാരും കൂടി ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്? ജോലി ചെയ്യുന്നുണ്ടോ? അമ്മയുടെ പേരെന്താ? അനിത. നിങ്ങൾ 3 പേരാണോ വന്നത്? എവിടെയെങ്കിലും പോയിട്ട് ഇവിടത്തോട്ട് വന്നാണോ, അല്ലെങ്കിൽ വന്നാണോ, അല്ലെങ്കിൽ മോളെ സ്കൂളൊക്കെ പൂട്ടിക്കൊണ്ട് വന്നാണോ? അപ്പൊ എത്ര സമയം വരെ കാണും ഇവിടെ? അത് ഒന്ന് താവണം അല്ലേ? സൂര്യന്റെ അസ്തമയം കൂടി കണ്ടിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യമാണ്. ഉത്തരം പറഞ്ഞാൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം, ഫാമിലി വെഡിങ് സെന്റർ നൽകുന്ന സമ്മാനം. വളരെ ചെറിയ ചോദ്യമാണ്. പിന്നെ ഈ ചക്കയുടെയും മാങ്ങയുടെ കാലം വരാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മളതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊക്ക കെട്ടിയിട്ട് ആദ്യം തന്നെ പറിക്കും അല്ലേ? നമ്മൾ ആദ്യം വലിച്ചിട്ട് ആ വലിക്കുന്ന പവറിലാണ് പറഞ്ഞു വരുന്നത്. പിന്നെ നമ്മൾ മുറിച്ച് ഉപയോഗിക്കുന്നത്. അപ്പം എൻ്റെ ചോദ്യമാണ്, ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ട്? അതായത് ആദ്യം പറിക്കും, പിന്നീട് വലിക്കും, ശേഷം മുറിച്ച് ഉപയോഗിക്കുന്ന സാധനം എന്താ? ആദ്യം പറിച്ചിട്ട് പിന്നീട് വലിച്ച് ശേഷം മുറിച്ച് ഉപയോഗിക്കുന്ന സാധനം. ഓക്കെ, ശരി. മഹനെ ഇങ്ങോട്ട് വരൂ. ഇങ്ങോട്ട് വാ. അനിയൻ ബാബയും ഏട്ടൻ ബാബയും
അമ്മച്ചൊന്ന് അടുത്തോട്ടെങ്കിൽ ആദ്യം അനിയൻ്റെ പേര് പറ. ഈഡൻ. ഏ ഈഡൻ. 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 എയ്ഡൻ. ഇനീഷ് എന്താണ് എയ്ഡൻ്റെ? ഇനീഷ് എന്താ? ഫുൾ നെയിം എന്താ? എയ്ഡൻ സ്റ്റീവൻ ഷിനിൽ. ഓക്കെ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1ാം ക്ലാസ്സിൽ. ഏതാ സ്കൂള്? സെന്റ് ആൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ചേട്ടൻ്റെ പേരെന്താ? എയ്ബൽ. ഏ എയ്ബൽ. ഓക്കെ, ഇങ്ങോട്ട് വാ. അപ്പം എത്ര ക്ലാസ് പഠിക്കുന്നത്? 3. 3. അനിയൻ ഏട്ടൻ എന്താ വിളിക്കുന്നത് സാധാരണ? വീട്ടിൽ നിന്ന് വിളിക്കും. വീട്ടിൽ നിന്ന് അനിയൻ നിങ്ങൾ എന്താ വിളിക്കുന്നത്? ചേട്ടാന്ന് വിളിക്കും. നിങ്ങളെ ഏട്ടൻ എന്ത് വിളിക്കും? എന്താ വിളിക്കുന്നത്? കുഞ്ഞായിന്ന്. കുഞ്ഞായിന്ന് വിളിക്കും. ഓക്കെ. നിങ്ങളുടെ പേര്? രജിത. രജിത. അവിടെ സ്വന്തം സ്ഥലം എവിടെ? പയ്യാവൂര്. പയ്യാവൂര്. ചതുരമ്പുഴ. 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 എന്തുകൊണ്ട് അങ്ങനെ ചതുരായി പോയ പുഴ? അതറിയില്ല. നമ്മളവിടെ വന്നപ്പോ തൊട്ട് ചതുരമ്പുഴ കേൾക്കും. ആണ്. സ്വന്തം സ്ഥലം എവിടെ? ഇപ്പം ചുണ്ടപ്പറമ്പ്. ചുണ്ടപ്പറമ്പാണ്. ഓക്കെ. അമ്മയുടെ പേരെന്താ? റോസമ്മ. റോസമ്മ. അപ്പൊ നിങ്ങൾ 4 പേര് മാത്രം വന്നുള്ളൂ? മോനുണ്ട്, വണ്ടി പാർക്ക് ചെയ്യാൻ പോയതാണ്. അപ്പം എന്തെങ്കിലും ആഘോഷമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ വന്നതാണ്? എന്താണ് പരിപാടി? വെറുതെ ഇതിലൊക്കെ കാണാൻ വേണ്ടി വെക്കേഷൻ ആയിരുന്നു. സ്കൂളൊക്കെ പൂട്ടിയോണ്ട് അതാണ് കളി തുടങ്ങിയല്ലേ? സ്കൂള് പൂട്ടി കളി തുടങ്ങി. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ പയ്യമ്പലം പേര് വരുത്തുണ്ടോ സാധാരണ? വരുത്തുണ്ട്. അപ്പം എത്ര മണിക്ക് ഏകദേശം വീട്ടിൽ നിന്ന് പുറപ്പെട്ടാണ് അവിടെ നിന്ന് പയ്യാവൂരിൽ നിന്ന്? 2:30 ഇറങ്ങിയതാണ്. ഉച്ചയൂണ് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ശരി. അപ്പം ഞാൻ ചെറിയ ചോദ്യമാണ്. നമ്മൾ കണ്ണൂർ വിഷൻ ചാനൽ വരികയാണ്. പ്രോഗ്രാമിൻ്റെ ഒരു കൊസ്രാക്കുള്ളി എന്നാണ്. ചെറിയ ചോദ്യം ചോദിക്കും, ഉത്തരം പറഞ്ഞ് ഓൺ സ്പോട്ടിൽ സമ്മാനം. ഓക്കെ. ചോദിച്ചാൽ ഇപ്പം ഇനി ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ സീസൺ വരാൻ വേണ്ടി പോവാം. പ്രത്യേകിച്ച് നമ്മൾ മലയോര മേഖലയിലൊക്കെ ഒരുപാട് ചക്കയും മാങ്ങ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പറിക്കുമ്പോൾ നമ്മൾ കൊക്കയിട്ടിട്ട് പറിക്കും. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ വലിക്കുന്ന പവറിലാണ് പറഞ്ഞു വരുന്നത്. പിന്നീടാണ് നമ്മളത് മുറിച്ച് ഉപയോഗിക്കുന്നത് അല്ലേ? എൻ്റെ ചോദ്യമാണ്, ആദ്യം പറിക്കും, ശേഷം വലിച്ച്, പിന്നീട് മുറിച്ച് ഉപയോഗിക്കുന്ന എന്താണ് സാധനം? ആദ്യം പറിക്കും, പിന്നീട് വലിക്കും, ശേഷം മുറിച്ച് ഉപയോഗിക്കുന്ന സാധനം എന്താ? നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ഈ സാധനം? ഉപയോഗിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. ആദ്യം പറിക്കും, പിന്നീട് വലിച്ച്, ശേഷം മുറിച്ച് ഉപയോഗിക്കുന്ന സാധനം. ചക്കയല്ല. കുഞ്ഞായിക്കറിയോ? ചേട്ടായിക്കറിയോ? ചൂടാ. അപ്പോൾ എന്തായാലും അഡ്വാൻസ് ഈസ്റ്റർ പെരുന്നാൾ വിഷു ആശംസകൾ. അവിടെ ഓടല്ലേ? അവിടെ ഇരി. സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റ് ഓടാൻ വേണ്ട. ഇതാ അനിയൻ ഓടുന്ന, ചേച്ചി ഓടുന്നുണ്ടപ്പോൾ അനിയൻ ഓടാൻ തുടങ്ങി. മുന്നോട്ടാ. നീ എനിക്ക് വേണ്ട, നീ കഴിച്ചാൽ മതി. ഇവിടെ അപ്പൊ ആദ്യം പേര് പറ. ഹാരിഷ്. ഹാരുഷ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? മൈലി സ്കൂൾ. സ്കൂളിന്റെ പേര്? ഗ്രേഷ്യസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. എന്ത് സ്കൂള്? ഗ്രേഷ്യസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഗ്രേഷ്യസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. എത്ര ക്ലാസ്സില്? 1ാം ക്ലാസ്സില്. ക്ലാസ് ടീച്ചറുടെ പേരെന്താ? മോന്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരന്റെ പേരെന്താ? റിയ. റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ? ഇവിടെ അല്ല, സ്കൂളില്. ഫ്രണ്ട്സിന്റെ പേരെന്താ? ജയാൻ. ഒരാളേ ഉള്ളോ? അല്ല, 2 ആളുണ്ട്. മറ്റാളുടെ പേരെന്താ? റിയാനി. റിയാനും ജയാനും. ഓക്കെ. നിങ്ങളുടെ പേര്? റിയ. റിയ എന്ത് ചെയ്യുന്നു ഇപ്പൊ? +1 പഠിക്കുന്നു. എവിടെ +1 പഠിക്കുന്നത്? മയില്. ഏത് വിഷയം എടുത്തത്? ഹ്യൂമാനിറ്റീസ്. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? നല്ല. കുഴപ്പമില്ല, അടിപൊളിയാണ്. കണക്കിന് വല്ല പ്രശ്നം ഉണ്ടായിരുന്നു? കണക്കില്ലല്ലോ. അതിന് കണക്കില്ല. ശരി, കുഴപ്പമില്ല. എല്ലാ സബ്ജക്റ്റും ഈസി ആയിരുന്നു. ഇംഗ്ലീഷും ജോഗ്രഫിയും കുറച്ച് ടെൻഷൻ ഒക്കെ തീർന്നു അല്ലേ? പരീക്ഷ കഴിഞ്ഞപ്പം രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റ് പഠിക്കുമായിരുന്നു? രാവിലെ ഒരു 5 മണിയാകുമ്പോൾ. 5 മണിക്ക് എഴുന്നേറ്റ്. നല്ല കാര്യം. ഓക്കെ. പേര്? ശ്രുതി. സംഗീതം പഠിച്ചിട്ടുണ്ടോ? ശ്രുതി ഉണ്ട് അല്ലേ? ഓക്കെ. മോന്റെ പേരെന്താ? ഹൃദിൻ. എല്ലാം കുറച്ച് കട്ടിയുള്ള പേരല്ലേ? ഹൃദിൻ. ഓക്കെ. സാറിന്റെ പേര് പറ. വൈഗ. എത്ര ക്ലാസ് പഠിക്കുന്നത്? 9. ഏത് സ്കൂള്? പരീക്ഷ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. നിങ്ങൾ മൊത്തം എത്ര ആളൊന്നും ഇവിടെ? ഇത്രയാള്. ചേട്ടൻ അടുത്തോട്ട് ബാബാ, അടുത്തോട്ട്. പേര് പറഞ്ഞേ. വിദ്യാധനം. സർവ്വനാൽ പ്രധാനം എന്ന് പറഞ്ഞാൽ വിദ്യാധരേട്ടൻ എന്ത് ചെയ്യുന്നു? ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ ഓട്ടോ എടുത്തിട്ട് അങ്ങ് മയ്യിൽ ഇങ്ങോട്ട് വന്ന് അല്ലേ? വണ്ടി മയ്യത്തിനാണ് വെക്കുന്നത്? കൊളിച്ചേരിമുക്കാണ് വെക്കുന്നത്. രാവിലെ എത്ര മണിക്ക് പോകും? 5:45. അപ്പം വീട്ടില് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ആളാരാ? ചേട്ടനാണോ? ആണ്. ചേട്ടൻ എഴുന്നേറ്റ ശേഷം ബാക്കി 5 മണിക്ക് എഴുന്നേൽക്കും. ഏറ്റവും വൈകി ഇനിയിപ്പോൾ സ്കൂൾ പൂട്ടിയതുകൊണ്ട് ഇനി എല്ലാ കുട്ടികളുടെ കാര്യം വൈകി എണീക്കണം അല്ലേ? അങ്ങനെയാണ്. ശരി. അപ്പം ഞാൻ ചെറിയ ചോദ്യം ചോദിക്കാം, ഉത്തരം പറഞ്ഞ സമ്മാനമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇനി ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസണാണ് വരാൻ വേണ്ടി പോകുന്നത് അല്ലേ?
അപ്പോൾ നമ്മൾ കൊക്ക കെട്ടിയിട്ട് ചക്ക പറിക്കും, മാങ്ങയൊക്കെ പറിക്കും. പിന്നെ നമ്മൾ കൊക്കയൊക്കെ കെട്ടി പറിക്കുമ്പോൾ നമ്മളധികം അതിൻ്റെ പവർ, വലിക്കുന്ന പവറിലാണ് പറഞ്ഞു വരുന്നത്. പിന്നെയാണ് നമ്മൾ മുറിച്ച് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, ആദ്യം പറിക്കും, ശേഷം വലിക്കും, പിന്നീട് ആവശ്യത്തിന് മുറിച്ച് ഉപയോഗിക്കുന്നത് എന്താണ്? ആദ്യം പറിച്ചെടുത്ത് പിന്നെ വലിച്ചെടുത്ത് ശേഷം ആവശ്യത്തിന് മുറിച്ച് ഉപയോഗിക്കുന്നത്. പഴം അല്ല, ചക്ക. ചക്ക അല്ല, മാങ്ങ, തേങ്ങ. പൊറോട്ട. ആ, ആദ്യം പറിച്ച് പിന്നെ വലിച്ചെടുത്ത് മുറിച്ച് ഉപയോഗിക്കണം പൊറോട്ട. ഇന്ന് പൊറോട്ട കഴിച്ചായിരുന്നാ? ഇല്ല. പൊറോട്ട ഇവിടെ തോന്നുന്നു, പൊറോട്ട എന്ന് തോന്നുന്നല്ലേ. എന്നാ പൊറോട്ടയല്ല, ചക്കയല്ല, മാങ്ങയല്ല. അപ്പോൾ സന്തോഷം കാണാം. ഓക്കെ. സായാഹ്ന സവാരി ഗിരിഗിരി ഇല്ല എന്താന്ന് പറഞ്ഞോ, നമ്മൾ ഈ പയ്യാമ്പലത്ത് നമ്മൾ ഈ പാർക്കിലൂടെ ഈ ബീച്ചിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ ആടിപ്പോകും. എന്തുകൊണ്ടാണ് അങ്ങനെ ആടിപ്പോകുന്നത്? കാറ്റിന് പവറിൽ ഇങ്ങനെ ആടിപ്പോകുന്നല്ലേ? അല്ല, അതാണ് ഞാനും പലപ്പോഴും ഇങ്ങനെ ആടിപ്പോകുന്നുള്ളതിന്. ഇപ്പോൾ കാറ്റിൻ്റെ പവർ കൊണ്ടാണ് നമ്മളിങ്ങനെ ആടിപ്പോകുന്നത്. ഇതൊരു സയൻസ് ആണോ ബയോളജി ആണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സംശയം ഉണ്ടെങ്കിലും കടപ്പുറത്തോട്ട് നടന്നു നോക്കുക, അറിയാതെ ഇങ്ങനെ ആടിപ്പോകും. അപ്പം എത്ര മണിക്ക് പുറപ്പെട്ടതാ? വന്നിട്ടേ ഉള്ളൂ. അപ്പം എന്താ ഇന്ന് സ്കൂളൊക്കെ അടച്ചത് കൊണ്ട് വന്നതാണ്? എങ്ങനെയാ എല്ലാ പരീക്ഷ സമയത്ത് പറഞ്ഞ സ്കൂൾ പൂട്ടിയാലൊക്കെ? പിന്നെ സ്കൂൾ പൂട്ടിയാൽ ഫസ്റ്റ് എവിടെ പോകണമെന്ന് പറഞ്ഞ മോള്? പോണെന്ന് പറഞ്ഞു. ഏത് ബീച്ച്? പയ്യാമല ബീച്ച് എന്ന് പറഞ്ഞു. ആരോട് പറഞ്ഞു? അമ്മയോടാണ് അച്ഛനോടാ പറഞ്ഞു? അപ്പൊ അച്ഛൻ എന്ത് പറഞ്ഞു? സ്കൂളെപ്പാ പൂട്ടി? സ്കൂൾ പരീക്ഷ കഴിഞ്ഞേ? ഇന്ന് പരീക്ഷ, നാളെ സ്കൂളുണ്ട്. നാളെ സ്കൂളുണ്ടാ? അപ്പൊ പരീക്ഷ കഴിഞ്ഞ് ആ ഭാരം പോയി അല്ലേ? ഇപ്പോഴത്തെ പരീക്ഷയിൽ ഏറ്റവും ടഫായിട്ടുള്ള ഒരു വിഷയം ഏതായിരുന്നു നമുക്ക്? സോഷ്യൽ. എന്താ പറ്റി? ഇവർക്കിനെ കുറച്ച് അറിയുന്ന ചോദ്യം അല്ലേ? ചോദ്യം നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതി പോവാലോ. നമ്മുടെ പേര് അവിഷ്ണ. എത്ര ക്ലാസ് പഠിക്കുന്നത്? 6 എ ആണോ? ഏലാണ്? ഏതാ സ്കൂള്? ഇത് KKNS AUP സ്കൂൾ. KAKNS AUP സ്കൂൾ. നിങ്ങളൊന്നും കേട്ടില്ലേ? ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞേ. KAKNS AUP സ്കൂൾ. എന്താണ് അതിന്റെ ഫുൾ നെയിം? എന്താ? K കൃഷ്ണൻ നമ്പ്യാർ AUP സ്കൂൾ. K കൃഷ്ണൻ നമ്പ്യാർ, പിന്നെ K എന്ന് പറഞ്ഞ കൃഷ്ണൻ നമ്പ്യാർ, പിന്നെ സ്കൂൾ കുറ്റ്യാട്ടൂർ. അത്രേ ഉള്ളൂ. കൃഷ്ണൻ നായരുടെ ഇംഗ്ലീഷ് എന്താ? നമ്പ്യാർ. അങ്ങനെയാണ്. KA കൃഷ്ണൻ നമ്പ്യാർ AUP സ്കൂൾ കുറ്റ്യാട്ടൂർ. ആ, അതാണ്. ചില സ്കൂളിന്റെ പേർക്ക് ഇച്ചിരി നീണ്ടിരിക്കും. അതാണ്. നിങ്ങളുടെ പേര്? ശരണ്യ. എന്ത് ജോലി ചെയ്യുന്നുണ്ടോ? പേരെങ്ങനെയായിരുന്നു? ഇപ്പം എന്ത് ചെയ്യുന്നു ജോലി? ഇന്ത്യയിൽ വർക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കാരണം വെച്ചാൽ ഇപ്പം ഈ കുറച്ചായിട്ട് നമ്മളെല്ലാ വീടിനും വരും. പണ്ട് നമ്മുടെ ഹോട്ടൽ അങ്ങനെയാണ് ഇന്ത്യയിൽ വർക്ക് കൂടുതലുണ്ട്. പക്ഷേ വീട്ടിൽ പോലും ഇന്ത്യയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മൾ ഇന്ത്യയിൽ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു സംഭവം ശരി എത്ര വർഷം വരെ നമുക്ക് അതിന് ഗ്യാരണ്ടി കൊടുക്കാൻ വേണ്ടി പറ്റും? അത് ഞങ്ങളെടുക്കുന്ന മെറ്റീരിയലിന്റെ ക്വാളിറ്റി പോലെ ഇരിക്കും. നല്ല ക്വാളിറ്റി ഉള്ളതെടുത്താൽ നമുക്ക് അത്രയും രണ്ട് ചെറിയ പൈസ എടുത്താൽ അതുപോലെ സംഭവം. ശരി. അല്ല, ഇപ്പം വന്നിട്ടല്ലേ ഉള്ളൂ. വല്ലതും കഴിച്ചാ? എന്ത് കഴിച്ച്? ചെത്തൈസ് കഴിച്ച്. വേറെ എന്തെങ്കിലും പറഞ്ഞു? ഭക്ഷണം ഇന്ന് വേണം എന്നങ്ങനെ പറഞ്ഞായിരുന്നു? ഒന്നും പറഞ്ഞില്ല. ഇനി പോകുമ്പോൾ പറയണം അല്ലേ? എന്തൊരു ചെത്തൈസ് കഴിച്ചൊന്ന് തണുപ്പിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ. അപ്പൊ ചെറിയ പാട്ട് പാടാറുണ്ടോ? പാട്ട് പാടൂലേ? ഇല്ല. അച്ഛൻ പാടും, അമ്മ പാടും? ആര് പാടും? അച്ഛൻ നല്ലോണം പാടും. നല്ല ഗായകനാണ്. പാടൂലേ? പാടുന്നില്ല. ശരി, മോള് പാടും. രണ്ടുപേരും ഇഷ്ടമുള്ള പാട്ട്. റെഡി? 1 2 3 സ്റ്റാർട്ട്. നജമാന സെഞ്ച പാവോ മുഴുസാവും മേല വെതച്ച പാസോ നിഴലു പിന്നാലെ കാണൂ അതുക്കു അമ്മാടി മുഴുസാക്കോവോ പാലേ ഇങ്ക തേരല പായസോ കേക്കുത കാറ്റേ ഇങ്ക വീസല കാറ്റാടി കേക്കുത ഉമ്മല കുറ്റമില്ല നീയൊന്നു ഞാനുമില്ല തേൻമൊഴി പൂങ്കൊടി വാടിപ്പോച്ച് ഏൻ செடி വാൻമതി പൈങ്കിളി ആസൈ തീരാ വാട്ടു നീ. അടിപൊളി. ഇതേ സിനിമ പാട്ടത്? വാരിസിലാണോ?
പാരിസെല്ലാം ചിറ്റിയ തിരുച്ചിത്രമ്പല അങ്ങനെ ഏതോ നമ്മളെ ഈ ഒരു കുറച്ചൊരു 5-6 മാസങ്ങൾക്ക് മുൻപേ നമ്മൾ കഴിഞ്ഞ സീസണിൽ കുട്ടിയോട് ഏത് പാട്ട് നമ്മൾ കുട്ടികൾ മറ്റേ സ്കൂളിൽ നിന്നൊക്കെ വരും നമ്മുടെ വിസ്മയ പാർക്കിലേക്ക് അപ്പോൾ ചോദിച്ചാൽ എല്ലാ കുട്ടികളും ഈ പാട്ട് പാടും 10 കുട്ടികൾ ചോദിച്ചാൽ 10 കുട്ടികൾ ഈ പാട്ട് പാടും അത്രയും ട്രെൻഡായിട്ടുള്ളൊരു പാട്ടാണ് അല്ലേ ഒരു പാട്ടാണ് ഓക്കെ അപ്പം ചോദ്യം വീട്ടിൽ ചക്കയുണ്ടോ മാങ്ങയുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല വീട്ടിന്റെ തൊട്ടടുത്തുള്ള പറമ്പിൽ ചക്ക മാങ്ങ മാവുണ്ട് മാവുണ്ട് ആരുടെ പറമ്പിലാ അത് അപ്പൊ നമ്മള് ഈ ചക്കയാലും മാങ്ങയിലും നമ്മുടെ പറമ്പിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കൊക്ക കെട്ടിയിട്ട് പറിക്കും ഈ കൊക്ക കെട്ടി നമ്മൾ ആദ്യം മാങ്ങക്ക് അതിനെ പറ്റിയിട്ട് അതിന് പവറിന് നമ്മൾ വലിക്കും ആ വലിക്കുന്ന പവറിലാണ് അത് പറഞ്ഞു വരുന്നത് പിന്നെയാണ് നമ്മൾ മുറിച്ച് ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ ആദ്യം പറിച്ചിട്ട് പിന്നെ മുറിച്ച് അപ്പം ചോദ്യം ആദ്യം പറിക്കും ശേഷം വലിക്കും പിന്നീട് മുറിച്ച് ഉപയോഗിക്കുന്ന സാധനം എന്താ സെലോ ടേപ്പ് ആണോ കേട്ടേ കേട്ടവറിഞ്ഞോ ആരാ പറഞ്ഞേ സത്യം ഉറപ്പ് 100% പരമാർത്ഥം നിജമാ നിജമാ എന്തായാലും കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുകയാണ് അതായത് ആദ്യം പറിക്കും ശേഷം വലിക്കും പിന്നീട് ആവശ്യത്തിന് മുറിച്ച് ഉപയോഗിക്കുന്ന സാധനം എന്തെന്നാണ് എന്താണ് ഉത്തരം സെലോ ടേപ്പ് അതെങ്ങനെയാണ് ആദ്യം പറിക്കുന്നത് അത് ഇത് സെലോ ടേപ്പ് ഇത് പറിക്കും ടേപ്പ് പറിക്കും എന്നിട്ട് വലിക്കും എന്നിട്ട് മുറിച്ചിട്ട് ഒട്ടിക്കും ഒട്ടിക്കും അപ്പൊ ഉത്തരം സെലോ ടേപ്പാണ് ആദ്യം പറിക്കും പിന്നീട് വലിച്ച് ശേഷം മുറിച്ച് ഉപയോഗിക്കുന്ന സാധനമാണ് സെലോ ടേപ്പ് അപ്പൊ എന്താ പേര് പറഞ്ഞേ അവിഷ്ണയ്ക്ക് ആരും ഈ ഉത്തരം പറഞ്ഞു കൊടുത്തില്ല അവിഷ്ണ സ്വന്തമായിട്ട് കണ്ടെത്തി പറഞ്ഞാണ് നല്ല പാട്ടൊക്കെ പാടി അവിഷ്ണയ്ക്കുള്ള സമ്മാനം കൊടുക്കാൻ വേണ്ടി പോവാണ് അത് നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന ഒരു സമ്മാനം പിന്നെ ഫാമിലി വെഡിങ് സെന്റർ നൽകുന്ന മറ്റൊരു സമ്മാനം അപ്പോൾ പോകുമ്പം ബാക്കിയുള്ളത് കൂടി കഴിക്കാൻ മറക്കരുത് കേട്ടോ ഓക്കെ സാർ കാണാം ഓക്കെ ശരി ഓക്കെ യെസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ് പുതിയ ചോദ്യം പുതിയ മുകളായിട്ട് വീണ്ടും നമ്മൾ അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടും അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ എല്ലാവർക്കും ഈസ്റ്റർ പെരുന്നാൾ വിഷു ആശംസകൾ അഡ്വാൻസ് ആയിട്ട് ഗുഡ് ബൈ